വരാം അച്ഛമ്മേന്നൊക്കെ പറയും. ഓ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ അഭിനയിച്ച് കാണിക്കുവേ. പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ഓഴമാവും കേട്ടോ. മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിക്കുക, ഞാൻ ഇടയ്ക്ക് വരാം, പിന്നെ അച്ഛമ്മ പോകാൻ പറയുമ്പോഴേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറയുക. അത് അച്ഛമ്മ ഒരിക്കലും പറയില്ല, നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുവേ. ശരി അച്ഛമ്മ എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ട് പോവേ. പിന്നെ അച്ഛനും ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. പിന്നെ കമലയൊക്കെ പോകും കേട്ടോ, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദയുടെ ഊഴമാണ്. വേദ ഇങ്ങനെ അച്ഛമ്മേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അച്ഛമ്മയ്ക്ക് അങ്ങ് സങ്കടം വരുക കേട്ടോ. അതിനുശേഷം കഴുത്ത് കിടക്കുന്ന മാലയെ പിടിക്കും കേട്ടോ. മാലയെ പിടിച്ചിട്ട് അത് ഊരാനായിട്ട് ശ്രമിക്കുകയെ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി ഇതെല്ലാം വഴനയിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്കിത് മനസ്സിലാകും കേട്ടോ. അയ്യോ അച്ഛമ്മേന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും ഊരി എടുക്കും കേട്ടോ. നീ ഒന്നും പറയണ്ടെന്നുള്ള ആംഗ്യത്തോട് കൂടിയിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിലേക്ക് മുത്തശ്ശി ആ മാല അണിയിച്ച് കൊടുക്കുവേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കല്യാണത്തിന് ഇടേണ്ടതാണ്, അതപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണേ. എന്നിട്ട് കെട്ടിപ്പിടിച്ച് അച്ചമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വേദ വരട്ടെ അച്ചമ്മയെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ വണ്ടിയിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഇരുത്തിയിട്ട് ആ മാലയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുക. ഇത് ചുരുങ്ങിയത് ഒരു 6-7 പവൻ വരും അല്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ലേ ശ്രീചേട്ടത്തി എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കഴുത്തിൽ മാലയിട്ട് തന്നതല്ലേ, അത് നമ്മുടെ വേദയ്ക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാവും എന്നിങ്ങനെ ശ്രീജയം പറയുന്നുണ്ട് കേട്ടോ. അതെന്തോന്ന് മാല, വെറും 1.5 പവൻ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ കമലമ്മയുടെ മുഖമൊക്കെ വാടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും മുഖം ഇങ്ങനെ മാടിയിരിക്കുമ്പോൾ അതല്ല ഞാൻ എന്നിങ്ങനെ നന്ദിനി പറയുവേ. അത് കുറവാണെന്നല്ല, കുക്കിനൊന്നല്ലേ കൊത്താൻ പറ്റുള്ളൂ. അച്ചമ്മയ്ക്ക് കഴിവുണ്ട്, അച്ചമ്മ അത് ചെയ്തു. എന്നിട്ട് നമ്മുടെ വേദ എങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാൻ പോവേ. അപ്പോഴത്തേക്കിനും വിക്രം സമ്മതിക്കുന്നില്ല. എങ്ങോട്ടാണ് ഇരിക്കാൻ വരുന്നതെന്ന് ചോദിക്കുവേ. നീ എൻ്റെ അടുത്ത് ഇരിക്കണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറ്റത്തില്ല, എന്നോട് അച്ഛമ്മ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞതെന്നൊക്കെ നമ്മുടെ വേദ പറയേ. നീ എന്നാൽ ഇവിടെ ഇരുന്നോ, എനിക്ക് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം വേറെ സ്ഥലത്തോട്ട് പോയിരിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും സങ്കടത്തോടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി ഒന്ന് തുമ്മുവേ. എന്നിട്ട് അച്ചിന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വിനായകൻ പുറകെ നിന്ന് ചോദിക്കുക, നിനക്കൊട്ടും വയ്യ അല്ലേടി എന്നൊക്കെ ചോദിക്കുവേ. പിന്നീട് സന്ധ്യയായി വീടെത്തുവേ. ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ വേദവും വിക്രവും എണീക്കുവാണ്. രണ്ടാളും മുഖത്തോട്ട് മുഖം നോക്കും കേട്ടോ. എന്നിട്ട് എണീച്ച് വരുമ്പോഴത്തേക്കിനും പറയും, വേദയാണ് പറയുന്നത്, രാവിലെ നിങ്ങൾ എന്നോട് പെരുമാറിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും കേട്ടോ. ശരി ആയിക്കോട്ടെ, നിങ്ങൾ മനഃപൂർവ്വം എന്നെ എല്ലാവരുടെ മുന്നിലും വെച്ച് അപമാനിച്ചതല്ലെന്ന് ചോദിക്കുവേ. അതെന്ന് പറയേ. എന്നിട്ട് ബാഗ് എടുക്കും കേട്ടോ. ബാഗ് എടുത്തിട്ട് പറയും, ഇതിന് നിങ്ങൾക്ക് പകരം വീട്ടിലെങ്കിലേ എൻ്റെ പേര് വേദയല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രവും പറയുവേ. പിന്നീട് എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് വന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കമലമ്മ ചോദിക്കുക, മാഷിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് കുളിക്കണം പറഞ്ഞിട്ട് മാഷ് എണീച്ച് പോകും കേട്ടോ. അപ്പം വിനായകനും നന്ദിനിയും പറയുക, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഉറങ്ങാൻ